അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുകയാണ്. അപ്പോൾ ഫാൻസുകാർക്ക് പോലും വലിയ പ്രതീക്ഷയില്ല. അവര് പോലും പടം പൊട്ടുമെന്ന രീതിയിലാണ് ഇൻസൈഡ് റിപ്പോർട്ടിലൊക്കെ പടം ഏവറേജ് റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെന്താ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഹോളിവുഡ് പടത്തിനെ പറ്റിയിട്ടാണ്. അത് എന്തിന് ഇന്ന് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പടം ലാലേട്ടനെയും മമ്മൂട്ടിനെയും വെച്ചിട്ട് മലയാളത്തിൽ റീമേക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ പടം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഹീറ്റ് എന്നാണ് ഈ പടത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നതും അങ്ങ് ഹോളിവുഡത്തെ ലാലേട്ടനും മമ്മൂട്ടി തന്നെയാണ്. ആൽ പച്ചീനോ, റോബർട്ട് ഡിനീറിയോ ആണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു കള്ളനും പോലീസ് കഥ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഭയങ്കര ആക്ഷൻ സിനിമയാണ്. ഒരിക്കലും ഇതൊരു ആക്ഷൻ സിനിമയായിട്ട് ഞാൻ പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ കാണാൻ ഇരിക്കരുതെന്നാണ് ഞാൻ പറയാനുള്ളത്. ഭയങ്കര ലെങ്തി സീനുള്ള, അതുപോലെ തന്നെ ഭയങ്കര ഡയലോഗ് ഡ്രിവൺ ആയിട്ടൊക്കെയാണ് ഈ പടത്തിന്റെ സ്റ്റോറി പോകുന്നത്. പക്ഷെ ഇതിലേക്ക് ആക്ഷൻ സീക്വൻസ് ഭയങ്കര രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. പക്ഷെ ഈ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭയങ്കര മോറലി അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിലെ കള്ളന്റെ സൈഡ് പറയുമ്പോൾ അദ്ദേഹം ഒരു ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ പോലീസിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ മോശമായ അവസ്ഥയിലാണ്. ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നമ്മുടെ മലയാളത്തിൽ തന്നെ ലാലേട്ടനും മമ്മൂട്ടിയും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പേഴ്സണലി ആയാലും പ്രൊഫഷണലി അവർ നൽകുന്ന ഗീവ് ആൻഡ് ടേക്കുകൾ അല്ലെങ്കിൽ റെസ്പെക്റ്റ്, അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഇവർ കള്ളനും പോലീസും ആണെങ്കിൽ പോലും ഈ സിനിമയിൽ ഇവർ പരസ്പരം പ്രൊഫഷണലി ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു കോഫി ഷോപ്പിൽ വെച്ചിട്ടുള്ളൊരു സീനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണ്. അവർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണതും അവരാ കാര്യങ്ങൾ കൈമാറുന്നതും അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഈ സിനിമ ഭയങ്കര മോറലിയൊക്കെയാണ് സംസാരിക്കുന്നത്. ഫിലോസഫിക്കലി ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കി വെക്കുക. അപ്പോൾ തമിഴിൽ ലോകേഷിന്റെ വിക്രം സിനിമയിലത്തെ ഫഹദ് ഫാസിൽ വെടിവെക്കുന്ന സീനാണ്. അത് ഇതിൽ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട് അവർ. ഈ സിനിമ അധികം ആൾക്കാർ അങ്ങനെ സംസാരിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ മാർട്ടിൻ താറ്റയൊക്കെ ഈ സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഹൈപ്പായിട്ട് ഒരുപാട് പേര് ഇതിനോടകം കണ്ട് അഭിപ്രായം പറഞ്ഞേനെ. പുള്ളിയല്ല സംവിധാനം ചെയ്യുകയാണ്. പക്ഷെ പുള്ളി സംവിധായകൻ ചെയ്ത പോലെയാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ. ഈ സിനിമ മലയാളത്തിൽ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ ലാലേട്ടൻ മമ്മൂട്ടി അഭിനയിക്കുന്നു, പൃഥ്വിരാജ് സംവിധാനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുരളി ഗോപി ആയിക്കോട്ടെ മലയാളത്തിലുള്ള സ്ക്രിപ്റ്റ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം ചെയ്യുക. അതുപോലെ ഇത് മലയാളത്തിൽ റീമേക്ക് ചെയ്യുമ്പോൾ ആര് സംവിധാനം ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം.